ഖുർആൻ ആസ്വാദനം ഭാഗം 51 പട്ടണവാതിലിലെ ധിക്കാരം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 58-59 ആയത്തുകൾ. وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. നാം പറഞ്ഞ സന്ദർഭം: നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുക, അവിടെ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ളിടത്തു നിന്ന് യഥേഷ്ടം ഭക്ഷിക്കുക, വിനയപൂർവം വാതിലിലൂടെ പ്രവേശിക്കുകയും പാപമോചനം നൽകണമേ ഹിത്വത്തുൻ എന്ന് പറയുകയും ചെയ്യുക. നിങ്ങളുടെ തെറ്റുകൾ നാം പുറത്തു തരുന്നതാണ്, സൽക്കർമ്മകാരികൾക്ക് നാം കൂടുതൽ നൽകുന്നതുമാണ്. إِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا. وَإِذْ قُلْنَا, ദാലിന് ഖൽഖല വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വഇദ് എന്ന് പറയാം. ഖുൽനദ്ഖുലു, ഖുൽനദ് എന്ന് പറയുമ്പോൾ ദാലാണ് അവിടെ ഖൽഖല വരണം. ഖുൽനദ് എന്ന് മുഴക്കണം. ഹാദിഹിൽ ഖർയത, ഖ എന്നുള്ളത് തഫ്ഖീം, വായ നിറച്ച് സ്വരഭാരത്തോട് കൂടെ ഉച്ചരിക്കുക. ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ വദ്ഖുലു. റഗ രണ്ടും ഇസ്തിഅലാഇന്റെ സ്വരഭാരത്തോട് കൂടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. റഗദൻ, വാവിലേക്ക് കൂട്ടി ലയിപ്പിച്ച് ഇദ്ഗാമുൻ ബിഗുന്ന ചെയ്തുകൊണ്ട് ഓതുക. വദ്ഖുലുൽ, വീണ്ടും വദ് ഖൽഖല മുഴക്കിക്കൊണ്ട് ഓതുക. സുജ്ജദൻ വഖൂലു, സുജ്ജദൻ റഗദൻ എന്ന് പറഞ്ഞ അതേ നിയമം വാവിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചു കൊണ്ടുപോകുക. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും. ഹിത്തത്തു, ത എന്നുള്ളത് ഇസ്തിഅലാഇന്റെ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരം, ശേഷം ഇസ്തിഫാലിന്റെ ത. അപ്പോൾ ഇത് രണ്ടും വളരെ ശ്രദ്ധയോടുകൂടെ ഹിത്തത്തുൻ അങ്ങനെ തന്നെ ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തുന്നഗ്ഫിർ, അവിടെ വീണ്ടും നൂനിലേക്ക് കൂട്ടി ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് ഓതണം. നഗ്ഫിർ ലക്കും, നഗ്ഫിർ എന്നല്ല ഇവിടെ പറയാം. ഇവിടെ ഈ റാവിനെ തർക്കീഖ് ചെയ്തുകൊണ്ട് നേർപ്പിച്ചാണ് നമ്മൾ ഓതേണ്ടത്. നഗ്ഫിർ ലക്കും എന്നോതുക. ഖതായാക്കും, ഖ ത തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ സ്വരഭാരത്തോടു കൂടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. വസനസീദുൽ മുഹ്സിനീൻ. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. എന്നാൽ അക്രമം ചെയ്തവർ അവരോട് പറയപ്പെട്ട വാക്കിനു പകരം മറ്റൊരു വാക്കാണ് പറഞ്ഞത്. അതിനാൽ അക്രമം ചെയ്തവരുടെ മേൽ അവരുടെ അധർമ്മം കാരണം ആകാശത്തുനിന്ന് നാം ഒരു ശിക്ഷ ഇറക്കി. فبدل الذين ظلموا قولا غير الذي قيل لهم. فبدل الذين ظلموا قولا, ق തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിവയൊക്കെ. ഫഅൻസൽന, അവിടെ നൂനിനെ മറച്ച് മണിച്ച് ഇഖ്ഫ ചെയ്ത് ഓതുക. അലല്ലദീന ളലമൂ റിജ്സം മിന, റിജ്സം മി, റിജ് എന്ന് പറയുമ്പോൾ ജീമിന് ഖൽഖല മുഴക്കിക്കൊണ്ട് ഓതണം. റിജ്സം മി, മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ഓതാം. മിനസ്സമാഇ, അവിടെ മദ് ചെയ്തുകൊണ്ട് നീട്ടിക്കൊണ്ട് ഓതേണ്ടതുണ്ട്. ബിമാ കാനൂ യഫ്സുഖൂൻ, യഫ് എന്ന് പറയുമ്പോൾ കുറച്ച് കാറ്റ് കൊടുത്തിട്ട് വേണം ഓതാൻ. യഫ്സുഖൂൻ എന്ന് ഓതാം.
ഖുർആൻ പരാമർശിക്കുന്ന ഈ സംഭവം ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്നുള്ള പലായനത്തിനു ശേഷം കനാൻ ദേശത്തെ അഥവാ വാഗ്ദത്ത ഭൂമി ഒരു നഗരത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചാണെന്നാണ് പണ്ഡിതന്മാരിൽ പലരുടെയും അഭിപ്രായം. ഇതിന് സമാനമായ വിവരണം ബൈബിളിലെ യോശുവയുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ കാണാം. യെരിഹോ നഗരം കീഴടക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം. ഈജിപ്തിൽ നിന്നുള്ള പലായനത്തിനു ശേഷം ഇസ്രായേൽ ജനത വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് മുന്നിലുണ്ടായിരുന്ന വലിയ തടസ്സമായിരുന്നു കോട്ട കെട്ടി സുരക്ഷിതമാക്കിയ യെരിഹോ നഗരം. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രക്കിടയിൽ വഴിയിലുള്ള ഈ നഗരത്തെ 6 ദിവസം തുടർച്ചയായി ഒരു പ്രാവശ്യം വീതം വലം വയ്ക്കാൻ ദൈവം യോശുവയോട് കൽപ്പിച്ചു. 7-ാം ദിവസം 7 പ്രാവശ്യം വലം വയ്ക്കണം. വലം വയ്ക്കുമ്പോൾ ജനങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഒരു നിശബ്ദമായ ജാഥ പോലെയാണ് ഇത് നടന്നത്. 7-ാം ദിവസം 7-ാം വട്ടം വലം വെച്ച ശേഷം കൽപ്പിക്കപ്പെട്ടത് പ്രകാരം പുരോഹിതന്മാർ കൊമ്പ് വിളിക്കുകയും ജനങ്ങൾ ആർപ്പ് വിളിക്കുകയും ചെയ്തു. അപ്പോൾ യെരിഹോയുടെ കൂറ്റൻ മതിൽക്കെട്ടുകൾ തകർന്നു വീണു. ഇസ്രായേൽ ജനത നഗരത്തിലേക്ക് പ്രവേശിക്കുകയും അത് കീഴടക്കുകയും ചെയ്തു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കുകയും അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ബൈബിൾ പറയുന്നത്. യോശുവ പുസ്തകം 6-ാം അധ്യായം 21-ാം വചനം. പട്ടണത്തിന്റെ പടിവാതിൽക്കൽ പ്രവേശിക്കുന്നത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടും പാപമോചനം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടുമാകണമെന്ന ദൈവകൽപ്പന ഇസ്രായേല്യരിൽ ചിലർ ലംഘിച്ചതായി ഖുർആനിലുള്ള ഈ പരാമർശം ബൈബിളിലോ യഹൂദരുടെ അനുബന്ധ ഗ്രന്ഥങ്ങളിലോ കാണുന്നില്ല. ഇസ്രായേല്യരുടെ കൊള്ളരുതായ്മകൾ മറച്ചുവെക്കാൻ പരമാവധി ശ്രമിക്കുകയെന്ന ബൈബിൾ രചയിതാക്കളുടെ നിലപാടിന്റെ ഫലമാകാം ഇക്കാര്യത്തിലുള്ള നിശബ്ദതയെന്ന് മനസ്സിലാക്കാം. എന്നാൽ ദൈവിക കൽപ്പനകൾക്കെതിരെ ജനങ്ങൾ പിറുപിറുക്കുന്നതും അതിന്റെ ഫലമായി അവർക്ക് ബാധകൾ ഏൽക്കുന്നതുമെല്ലാം ചില സന്ദർഭങ്ങളിൽ ബൈബിൾ വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കാലത്തെ ഇത്തരം അച്ചടക്ക ലംഘനത്തെയും അതോടനുബന്ധിച്ചുണ്ടായ ബാധകളെയും കുറിച്ച് സംഖ്യാപുസ്തകത്തിന്റെ 14-16 അധ്യായങ്ങളിലുണ്ട്. പട്ടണവാതിലിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകളെക്കുറിച്ച ദൈവകൽപ്പന അനുസരിക്കാത്തതുകൊണ്ട് ഉണ്ടായി എന്ന് ഖുർആൻ പറഞ്ഞ ശിക്ഷ ഇതേ തരത്തിലുള്ളതായിരിക്കണം. ഇസ്രായേൽ ജനത ഹിത്വത്തുൻ അഥവാ പാപമോചനം എന്നതിനു പകരം ഹിൻത്വത്തുൻ ഫി ഷഈറ, ബാർലിയിലെ ഗോതമ്പ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു എന്നാണ് ഇബ്നു കസീറിനെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. അവരുടെ ഭൗതികമായ ആർത്തിയെയാണ് പരിഹാസച്ചുവയോടെയുള്ള ഈ പദമാറ്റം കാണിക്കുന്നതെന്നാണ് ഇതിനർത്ഥം. ബൈബിൾ പുസ്തകങ്ങളിലും മറ്റ് യഹൂദ ഗ്രന്ഥങ്ങളിലും പലയിടങ്ങളിലായി ഇസ്രായേൽ ജനത ആത്മീയമായ കാര്യങ്ങളെക്കാൾ ഭൗതികമായ ഭക്ഷണത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി പരാതിപ്പെടുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട്. കേവലം ഒരു വാക്ക് മാറ്റിപ്പറഞ്ഞതിന് മാത്രമായിട്ടല്ല, നിരന്തരമായ പരിഹാസത്തിന്റെയും അനുസരണക്കേടിന്റെയും പ്രതിഫലമെന്ന നിലയിലാണ് അവർക്ക് മേൽ ശിക്ഷയുണ്ടായതെന്ന്, അതിനാൽ അവർ കാണിച്ചുകൊണ്ടിരുന്ന ധിക്കാരത്തിന് ശിക്ഷയായാണ് അതുണ്ടായതെന്ന് ഖുർആൻ പരാമർശം വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേല്യരുടെ ധിക്കാരത്തെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ബാധയെയും കുറിച്ച് വിവരിക്കുന്ന ഈ വചനങ്ങൾ മാനവരാശിക്ക് വലിയ ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. വിജയമുണ്ടാകുമ്പോൾ അഹങ്കരിക്കുകയല്ല, മറിച്ച് സ്രഷ്ടാവിനു മുന്നിൽ വിനയപ്പെടുകയാണ് വേണ്ടതെന്ന പാഠമാണ് പടിവാതിൽ കടക്കുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കണമെന്ന കൽപ്പനയിലുള്ളത്. അധികാരം ലഭിക്കുമ്പോൾ വിനയാന്വിതനാവേണ്ടവനാണ് വിശ്വാസി എന്ന പാഠം. വിജയം നേടുകയും ഉയരങ്ങളിലെത്തുകയുമെല്ലാം ചെയ്യുമ്പോൾ
പശ്ചാത്താപ വിവശരാവുകയാണ് മനുഷ്യർ ചെയ്യേണ്ടതെന്ന പാഠമാണ് ഹിത്വത്തുൻ അഥവാ പാപമോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചതിലുള്ളത്. എത്ര വലിയ ഉയരത്തിലെത്തിയിട്ടുള്ളവരാണെങ്കിലും തങ്ങൾക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുള്ള കുറവുകൾ സമ്മതിക്കണമെന്നും സ്രഷ്ടാവിനോട് മാപ്പിരക്കണമെന്നുമുള്ള പാഠം. ദൈവീകമായ കൽപ്പനകളെ തമാശയായി കാണുന്നതും പരിഹസിക്കുന്നതും വലിയ കുറ്റമാണെന്ന പാഠമാണ് പറയാൻ കൽപ്പിക്കപ്പെട്ട വാക്കിനെ മാറ്റി പരിഹസിച്ചപ്പോഴുണ്ടായ ശിക്ഷയെക്കുറിച്ച പരാമർശങ്ങളിലുള്ളത്. ദൈവിക നിയമങ്ങളെയും മൂല്യങ്ങളെയും പരിഹസിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകുമെന്ന പാഠം. അള്ളാഹു നൽകിയ ആദർശങ്ങളിലോ മൂല്യങ്ങളിലോ പദങ്ങളിൽ പോലുമോ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്നത് അക്രമമാണെന്നും അത്തരം അക്രമകാരികൾ ദൈവിക കാരുണ്യത്തിൽ നിന്ന് പുറത്താകുമെന്നുമുള്ള പാഠം കൂടി ഈ വചനങ്ങൾ നൽകുന്നുണ്ട്. 58-ാം വചനം അവസാനിക്കുമ്പോഴുള്ള നന്മ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യും എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം ശ്രദ്ധേയമാണ്. നന്മ ചെയ്യുന്നവർ എന്ന് ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൽ മുഹ്സിനീൻ എന്ന പദത്തെയാണ്. തന്റെ സ്രഷ്ടാവ് തന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധത്തോടെ ആരാധനകളിൽ ഭക്തിയും മനുഷ്യരോടുള്ള ഇടപഴകലിൽ കാരുണ്യവും വിട്ടുവീഴ്ചയും കാണിക്കുന്നവരാണ് മുഹ്സിനീങ്ങളെന്നാണ് ഖുർആനും ഹദീസുകളും വ്യക്തമാക്കുന്നത്. നീ അള്ളാഹുവെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസുൽ ജിബ്രീലിലെ നിർവചനം പ്രസിദ്ധമാണ്. ദൈവ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നവരെന്ന ബോധ്യത്തോടെ സ്വന്തം വ്യക്തിത്വത്തെയും കർമ്മങ്ങളെയും ഏറ്റവും മനോഹരമായ രീതിയിൽ വാർത്തെടുക്കുന്നവരാണ് മുഹ്സിനീങ്ങൾ എന്നാണ് ഈ നിർവചനം വ്യക്തമാക്കുന്നത്. അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നും 2-ാം അധ്യായം 195-ാം സൂക്തം. അള്ളാഹു മുഹ്സിനീങ്ങളോട് കൂടെയാണ് 16-ാം അധ്യായം 128-ാം സൂക്തം എന്നുമെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെയുള്ളതാണ് മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകുമെന്ന ഈ വചനത്തിലെ അള്ളാഹുവിന്റെ വാഗ്ദാനം. അത്തരക്കാർക്ക് ഭൗതികവും പാരത്രികവുമായ ഐശ്വര്യമുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വചനം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ ആസ്വാദനം ഭാഗം 51 പട്ടണവാതിലിലെ ധിക്കാരം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 58-59 ആയത്തുകൾ. രചന MM അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഖുർആൻ പാരായണവും തജ്വീദ് വിശദീകരണവും അബ്ദുള്ള തിരൂർക്കാട്. ഇൻഷാ അല്ലാഹ് തുടരും.